വടകര നഗരസഭാ പരിധിയിൽ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച CCTV ക്യാമറകളുടെ ഉദ്ഘാടനം നഗരസഭാ ഓഫീസ് പരിസരത്തെ LSGD ജോയിന്റ് ഡയറക്ടർ PT പ്രസാദ് നിർവഹിച്ചു. 45 ലക്ഷം രൂപ ചിലവിൽ 20 ക്യാമറകളാണ് വടകര നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചത്. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര നഗരസഭ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം LSGD ജോയിന്റ് ഡയറക്ടർ PT പ്രസാദ് നിർവഹിച്ചു. ഞാൻ എറിയുന്ന ഒരു തുണ്ട് കടലാസ് ഇവിടെയുള്ള ഏതെങ്കിലും വാട്ടർ സോഴ്സിലേക്ക് ജലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ജലത്തിന്റെ ഘടന മാറുകയും അവിടെയെല്ലാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന അത് പുറത്തേക്ക് ഉദ്ഗമിക്കുകയും ചെയ്യും. അതിവിടെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എന്താ പറയണ്ടേ മഴയെ പേടിക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ആ മഴയ്ക്ക് കാരണമാകുന്നത് ഈ കാർബൺ ഡയോക്സൈഡും ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ മാത്രമേ നമ്മൾ എറിയാതിരിക്കൂ എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് മാറ്റം വരാത്ത ഒരു ചെറിയൊരു വിഭാഗം പിന്നെയും ഉണ്ടാവും. ആ പിന്നെയും ഉണ്ടാകുന്ന ആൾക്കാരെ ചിലപ്പോൾ അവർ പിടിച്ചാൽ അവരൊരു ഫൈൻ ചെയ്താൽ 25,000 രൂപ ചെറിയ തുകയല്ല. ആ ഫൈൻ ചെയ്താൽ അവരുടെ എറിയുന്ന ആ മനസ്സ് എപ്പം വർക്ക് ചെയ്യുന്നോ അവനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സന്ദേശം എന്തുണ്ടാവും? 25,000 രൂപ പോകുമല്ലോ എന്ന ഒരു സന്ദേശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നോട്ടം എങ്ങോട്ട് പോകും? വേസ്റ്റ് പിന്നെ എവിടെയുള്ളത്? സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന നമ്മുടെ വലിച്ചെറിയ നടക്കമുള്ള വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതിനുള്ള വലിയൊരു ഉൽപ്രേരകമായിട്ട് മാറും എന്നുള്ളതാണ്. നിങ്ങളൊന്നും ഒരു ക്യാമറ പോലും വെച്ചില്ല, യു ആർ അണ്ടർ CCTV സർവേലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും മടിക്കൂലേ? നമ്മൾ ആദ്യമൊക്കെ തുടക്കത്തിൽ പറയായിരുന്നു പഞ്ചായത്തിനോടും മുനിസിപ്പാലിറ്റിയോടും, നിങ്ങളൊന്നും വേണ്ട, അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി, യു ആർ അണ്ടർ CCTV സർവേലൻസ്. വലിച്ചെറിയില്ല. അത് എന്തുണ്ടാക്കുന്നു? അതിൻ്റെ എഫക്റ്റ് നമ്മളിലൊരു ഞാൻ ചെയ്യുന്ന ഒരു അപരാധം ചെയ്യാൻ പോകുന്നത് ആരോ കാണുമല്ലോ എന്നൊരു പേടി നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം അങ്ങനത്തെ ഒരു ഗിമ്മിക്ക് കാണിച്ചിരുന്നു കേട്ടോ, സംശയം വേണ്ട. പല സ്ഥലത്തും ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൈസ വെക്കണമല്ലോ, പ്രൊജക്റ്റ് വെച്ചിട്ട് വേണം, സമയം എടുക്കും, അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റിക്കർ അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചോ. അതിൽ നിന്ന് നമുക്ക് കുറേ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കാരണം നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ ലംഘിക്കാനുള്ളതാണെന്നുള്ളൊരു ത്വരയും കൂടെ മനസ്സിലുണ്ടെന്നുള്ളത്. എവിടെ നിയന്ത്രണം ഉണ്ടോ അവിടെ നമ്മൾ ലംഘിക്കും. അത് സ്വാഭാവികമാണ്. അത് ഞാനെന്നല്ല, ആരെന്നാലും എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാംസ്കാരികമായിട്ട് കുറേ വളരണം. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു അധ്യക്ഷയായ ചടങ്ങിൽ DYSP R ഹരിപ്രസാദ് മുഖ്യാതിഥിയായി. വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി, P സജീവ് കുമാർ, AP പ്രജിത, M ബിജു, കൌൺസിൽ പാർട്ടി ലീഡർമാരായ NK പ്രഭാകരൻ, KK വനജ, ക്ലീൻ സിറ്റി മാനേജർ രമേശൻ CV, PA2 സെക്രട്ടറി ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. പഠിക്കാം, എൻജോയ് ചെയ്യാം. ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ മഹാരാജാസ് കോളേജ് ആണ് റൈറ്റ് ചോയ്സ്. ഇവിടെ +1 +2 NIOS ആൻഡ് BA, BCom, BBA, BCA, MA, MCom തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട്, അതും അഫോർഡബിൾ ഫീസിൽ. എക്സ്ട്രാ വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ കരിയർ ഫോക്കസ്ഡ് ഡിപ്ലോമ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നത്. ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആൻഡ് ഫുൾ ഓൺ കോളേജ് ലൈഫ് എക്സ്പീരിയൻസ്, സ്ട്രെസ് ഇല്ലാത്ത പഠനം, സ്റ്റഡീസും ഫണ്ടും കൂടി ചേരുന്ന ഒരു വൈബ്രന്റ് സ്പേസ്. ദാറ്റ്സ് മഹാരാജാസ് കോളേജ്. അഡ്മിഷൻസ് ഓപ്പൺ. ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ. ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ.